ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അല്ലാഹുവിന് 100 റഹ്മത്തുണ്ട്, 100 കാരുണ്യങ്ങളുണ്ട്. അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ, അതിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഇമി വൽ ഹവാമി, മനുഷ്യന്മാർക്കിടയിലും ജിന്നുകൾക്കിടയിലും മറ്റ് ഹിംസ്ര ജന്തുക്കൾക്കിടയിലും പ്രാണികൾക്കിടയിലുമൊക്കെയായി അല്ലാഹു തആല അവന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്. ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യന്മാർ കാണിക്കുന്ന സ്നേഹം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള, സഹോദര സഹോദരിമാർ തമ്മിലുള്ള, മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിന്റെ ഭാഗം മാത്രമാണ്. വലിയ കടിച്ചു കീറുന്ന സിംഹവും കടുവയും എല്ലാം അടിച്ചു തകർക്കുന്ന ആനയുമൊക്കെ അതിന്റെ കുട്ടികളോട് കാണിക്കുന്ന വലിയ സ്നേഹവും വാത്സല്യവും അള്ളാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള 99 തന്റെ അടിമകൾക്ക് ഖിയാമത്ത് നാളിൽ റഹ്മത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റഹ്മത്ത് അത് വിശാലമാണ്. ഈ റഹ്മത്തിന്റെ 10 വിടവാകുന്നതിന് മുമ്പ് തന്നെ നാം ധാരാളമായി അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിച്ച് അല്ലാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കാനും നാം തയ്യാറാവേണ്ടതുണ്ട്. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരുപാട് തടവുകാരെ ഹാജരാക്കപ്പെട്ടു. അതിൽ ഒരു ഉമ്മ തന്റെ കുട്ടിയെ അന്വേഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ ആ ഉമ്മ തന്റെ കുട്ടിയെ കണ്ടുപിടിക്കുകയും അതിനെ വാരിപ്പുണർന്ന് മാറോട് ചേർത്ത് അതിന് പാല് കൊടുക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുത്തുനബി സഹാബത്തിനോട് ചോദിച്ചു, അല്ലയോ സഹാബത്തെ, ആ ഉമ്മ തന്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇല്ല നബി, ഒരിക്കലും ആ ഉമ്മ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഉമ്മ തന്റെ കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യത്തെക്കാളും അള്ളാഹു തന്റെ അടിമകളോട് കരുണ ചെയ്യുന്നവനാണ്, വാത്സല്യം കാണിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം നൽകുമാറാവട്ടെ. അവന്റെ വിശാലമായ കാരുണ്യം നമുക്കെല്ലാവർക്കും നമ്മുടെ ജോലിയിലും കുടുംബത്തിലും ബിസിനസ്സിലും നമ്മുടെ മക്കളിലും ഒക്കെ അല്ലാഹു തആല വർഷിച്ച് അവന്റെ ഇഷ്ടപ്പെടുന്ന റഹ്മത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.